വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ പരീക്ഷാ ബോർഡ് മുൻ വർഷങ്ങളിൽ നടത്തിയിരിക്കുന്ന ജൂനിയർ ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രാവശ്യം നടത്തിയ പരീക്ഷയെ പറ്റിയാണ്, അതിൻ്റെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഇത്തവണ മറ്റൊരു ജൂനിയർ ക്ലർക്ക് എക്സാമിനേഷൻ്റെ മുൻപ് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷയുടെ സഹകരണ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഡാഷ് ഈസ് ദ മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ഇസ്രയേൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇസ്രയേൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഇറ്റ് ക്രിയേറ്റ് ആൻ ഇക്കണോമി ഓഫ് ഇറ്റ്സ് ഓൺ, അതായത് അവരുടേതായ സമ്പദ് വ്യവസ്ഥ രൂപീകരിച്ചു. ഇറ്റ് അസിസ്റ്റ് ദ റീയൂണിയൻ ഓഫ് എ കമ്മ്യൂണിറ്റി, സമൂഹത്തെ പുനഃസംഘടിപ്പിക്കാൻ സഹായിച്ചു. ഇറ്റ് ടേക്സ് ഇനിഷ്യേറ്റീവ് ടു ബിൽഡ് എ നേഷൻ, ദേശീയത രൂപീകരിക്കാൻ മുൻകൈയെടുത്തു. ഓൾ ഓഫ് ദീസ്, ഇവയെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞ എയും ബിയും സിയും എല്ലാം ഇസ്രയേൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സ്പെഷ്യാലിറ്റികളാണ്, അതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓൾ ഓഫ് ദീസ്. അടുത്തത്, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ചൈനയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഷാങ്ഹൈ, ഡോക്ടർ സണിയാർസൻ, ഡോക്ടർ SF വു, none of these. ഇപ്പോൾ ഇവിടെ ആൻസർ ഡോക്ടർ സണിയാർസൻ ആണ്. ദി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്, RBI, മദ്രാസ് ഗവൺമെൻറ്, SBI. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ നിയമിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എ റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ട്രാഫിക് കാർഡ് കമ്മിറ്റി, ലോ കമ്മീഷൻ. ഇപ്പോൾ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് എ റെക്കമെൻഡേഷൻ ഓഫ് AIR-CSE ആണ്, അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ദ ക്രിയേഷൻ ഓഫ് ദ റോങ് എഫക്ട്സ് ഓഫ്, അതായത് ഡാഷിൻ്റെ ദൂഷ്യഫലമായിട്ടാണ് സഹകരണ പ്രസ്ഥാനം ഉടലെടുത്തത്. സോഷ്യലിസം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അഗ്രികൾച്ചറൽ പോളിസി, വേജ് പോളിസി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ, വ്യാവസായിക വിപ്ലവത്തിൻ്റെ ദൂഷ്യഫലമായിട്ടാണ് സഹകരണ പ്രസ്ഥാനം ഉടലെടുത്തത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഇംഗ്ലണ്ട്, സ്വീഡൻ, ജർമ്മനി, ഇറ്റലി. വായ്പാ സഹകരണ സംഘങ്ങളുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ജർമ്മനിയാണ്. ഡാഷ് വാസ് കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഓഫ് റൈഫീസൺ ട്രഡീഷൻ. പീപ്പിൾസ് ബാങ്ക്, ഹെഡസ്ഡോർഫ് ലോൺ സൊസൈറ്റി, റീജിയണൽ ക്രെഡിറ്റ് യൂണിയൻ, പ്രഷ്യൻ ക്രെഡിറ്റ് യൂണിയൻ. അതായത് റൈഫീസൺ സമ്പ്രദായം അനുസരിച്ചുള്ള ആദ്യത്തെ സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത് ഹെഡസ്ഡോർഫ് ലോൺ സൊസൈറ്റിയാണ്. യൂഷ്വലി ഷൂൾസ് ബാങ്ക് ഡിക്ലെയർ ഡാഷ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, നോർമൽ, ലോ, ഹൈ, നൺ ഓഫ് ദീസ്. ഷൂൾസ് ബാങ്കുകൾ സാധാരണയായി കൊടുക്കുന്ന ഡിവിഡൻഡ് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. ആൻസർ ഹൈ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ഡെൻമാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഡെൻമാർക്കിലെ ആദ്യത്തെ സഹകരണ സ്റ്റോർ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1844, 1866, 1882, 1896. 1866. ഡാഷ് ഈസ് ദ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ. തനോമോഷി, ഹോട്ടോകുഷ, മുജിൻ, ഹിറ്റോഷി. ഇപ്പോൾ ഇവിടെ ആൻസർ ജപ്പാനിലെ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാ അറിയുക? ഹോട്ടോകുഷ ആണ്, ഹോട്ടോകുഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മത്സ്യഫെഡ്. ഇപ്പം മത്സ്യഫെഡുമായി ബന്ധമില്ലാത്തത് ഇനി പറയുന്നതിൽ ഏതാണ്? ബന്ധമുള്ളതല്ല, ബന്ധമില്ലാത്ത ഏതാണ്?
വ്യാസ സ്റ്റോർ, ന്യൂട്രിഫിഷ്, നെറ്റ് മാനുഫാക്ചറിങ്, പമ്പ് സെറ്റ് മാനുഫാക്ചറിങ്. ഇപ്പോൾ വ്യാസ സ്റ്റോറും ന്യൂട്രിഫിഷും നെറ്റ് മാനുഫാക്ചറിങ്ങും എല്ലാം മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷനകത്ത് ബന്ധപ്പെടാത്തത് ഏതാണ്? പമ്പ് സെറ്റ് മാനുഫാക്ചറിങ്. അതാണ് ആൻസർ. നെയിം ദ ഓൺലി ഇൻഷുറൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിലെ ഏക ഇൻഷുറൻസ് സഹകരണ സംഘം. കാപ്പെക്സ്, കോയിൻസ്, SPCS, കോസ്റ്റക്. കോയിൻസാണ്. ദി BR Act ആപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് ഫോം ഏപ്രിൽ 1960, ജൂലൈ 1955, മാർച്ച് 1966. നൺ ഓഫ് ദീസ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അർബൻ ബാങ്കുകൾക്ക് ബാധകമാക്കിയ വർഷം മാർച്ച് 1966. പ്രിയദർശിനി മോട്ടോർ ട്രാൻസ്പോർട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫിഷർമാൻ, SC/ST, വീവേഴ്സ്. നൺ ഓഫ് ദീസ്. ഇപ്പോൾ പ്രിയദർശിനി മോട്ടോർ ട്രാൻസ്പോർട്ട് സഹകരണ സംഘം രൂപീകരിച്ചത് SC/ST വിഭാഗത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതാണ് ആൻസർ. ദ സ്ട്രക്ചർ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ കേരള ഈസ് 3 ടയർ ഫെഡറൽ, 2 ടയർ ഫെഡറൽ, യൂണിറ്ററി. നൺ ഓഫ് ദീസ്. അപ്പോൾ കേരളത്തിലെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് 2 ടയർ ഫെഡറലാണ്, 2 ടയർ സിസ്റ്റമാണ്. അതാണ് ആൻസർ. ദ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് വർക്കിംഗ് ഇൻ കേരള ആർ റെഗുലേറ്റഡ് ബൈ KCS ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, മദ്രാസ് കമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് 1932. നൺ ഓഫ് ദീസ്. അപ്പം കേരളത്തിലെ നിയന്ത്രിത വിപണികളുടെ അല്ലെങ്കിൽ റെഗുലേറ്റഡ് മാർക്കറ്റ്സിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? മദ്രാസ് കൊമേഴ്സ്യൽ ക്രോപ്സ് ആക്ട് 1932 പ്രകാരമാണ്. ദി ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് വാസ് റീനെയിംഡ് ഇൻ 1943 ആസ്. 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിനെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. നൺ ഓഫ് ദീസ്. ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഈസ് അതർവൈസ് കോൾഡ് ആസ് യൂണിറ്റ് കൺട്രോൾ സിസ്റ്റം, വാല്യൂ കൺട്രോൾ സിസ്റ്റം, പ്രൊഡക്റ്റ് കൺട്രോൾ സിസ്റ്റം. നൺ ഓഫ് ദീസ്. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം വേറൊരു പേരിൽ അറിയപ്പെടുന്നു. ഏതാണ്? വാല്യൂ കൺട്രോൾ സിസ്റ്റം. വിച്ച് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. കേരളത്തിലെ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിൻ്റെ അപ്പെക്സ് സ്ഥാപനം ഏതാണ്? കോപ്ടെക്സ്, കാപ്പെക്സ്, ഹാൻഡെക്സ്. നൺ ഓഫ് ദീസ്. ഹാൻഡെക്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? താഴെ പറയുന്നവയിൽ ഏതാണ് ഫെഡറൽ സൊസൈറ്റി? ഇഫ്കോ, റെപ്കോ, ക്രിപ്കോ. നൺ ഓഫ് ദീസ്. റെപ്കോയാണ് ഇതിനകത്ത് ഫെഡറൽ സൊസൈറ്റി. ദി മാക്സിമം പെർമിസിബിൾ ബോറോയിങ് പവർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡബിൾ ദ എമൗണ്ട് ഓഫ് നെറ്റ് വർത്ത്, 50 ടൈംസ് ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, 150 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ട്സ്, 150% ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ട്സ്. ഒരു സംഘത്തിൻ്റെ എടുക്കാവുന്ന കടങ്ങളുടെ പരിധി എന്ന് പറയുന്നത് സ്വന്തം ഫണ്ടിൻ്റെ 150 മടങ്ങാണ്. 150 ടൈംസ് ഇറ്റ്സ് ഓൺഡ് ഫണ്ട്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്? കോമൺ ഗുഡ് ഫണ്ട്, കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്. ഈ പറഞ്ഞിരിക്കുന്നതിൽ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ഏതാണെന്ന്? കോമൺ ഗുഡ് ഫണ്ടും ബിൽഡിംഗ് ഫണ്ടും ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടും അല്ല. അപ്പോൾ ഏതാണ്? കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്ന 3 ഉള്ളൂ. റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്. The financial statements and other statutory statements as required by auditors shall be prepared by the chief executive of the society within dash from the date of close of the financial year. സാമ്പത്തിക വർഷം അവസാനിച്ച ശേഷം എത്ര നാൾക്കകമാണ് സംഘത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളും ഓഡിറ്റർ ആവശ്യപ്പെടുന്ന മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളും സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറാക്കേണ്ടത്? ആ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാസത്തിനകം, 2 മാസത്തിനകം, 3 മാസത്തിനകം, 6 മാസത്തിനകം.
ഒരു മാസത്തിനാണ്. സാമ്പത്തിക വർഷം അവസാനിച്ച് ഒരു മാസത്തിനകം ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം സംഘത്തിൻ്റെ CEO തയ്യാറാക്കി കൊടുക്കണം. The inquiry under Section 65 shall be completed within Section 65 inquiry കംപ്ലീറ്റ് ചെയ്യേണ്ട എത്ര നാൾക്കകമാണ്? 3 months, 6 months, 120 days, 9 months. 6 months ആണ്, 6 മാസത്തിനാണ്. The headquarters of the vigilance officer shall be at എറണാകുളം, കോഴിക്കോട്. The headquarters of DGP, the headquarters of RCS. വിജിലൻസ് ഓഫീസറുടെ ആസ്ഥാനം എന്ന് പറയുന്നത് RCSൻ്റെ ആസ്ഥാനത്താണ്. ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് RCS. ദി മെമ്പർ ഓഫ് എ ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 6 ഓഫ് KCS Act ഡസ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് വകുപ്പ് 6മായി ബന്ധപ്പെട്ട് കുടുംബ അംഗം എന്നതിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഹാഫ് ബ്രദർ. അതായത് ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ മുത്തച്ഛൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതുമുത്തച്ഛൻ, ഹാഫ് ബ്രദർ അർത്ഥ സഹോദരൻ. അപ്പം മുതുമുത്തച്ഛൻ അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ഇതിനകത്ത് പെടാത്തത് സെക്ഷൻ 6 അനുസരിച്ച്. അടുത്ത ചോദ്യം, ഓൾ റെസൊല്യൂഷൻസ് ഓഫ് അമെൻഡ്മെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഫോർവേഡഡ് ടു ദ രജിസ്ട്രാർ വിതിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ് അറ്റ് വിച്ച് സച്ച് അമെൻഡ്മെൻറ്റ്സ് വെയർ പാസ്ഡ്. നിയമാവലി ഭേദഗതികളുമായി ബന്ധപ്പെട്ട പ്രമേയം പൊതുയോഗം പാസ്സാക്കിയ ശേഷം എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് അത് രജിസ്റ്റർ ചെയ്യുന്നതിനായി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടത്? 30 days, 1 month, 2 months, 3 months. 1 month ആണ്, ഒരു മാസത്തിന് അയച്ചു കൊടുക്കണം. ഇൻ ദി കേസ് ഓഫ് എ സൊസൈറ്റി ഹാവിംഗ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ്, intimation of the amendment proposed has to be given to the members for the society in person. അതായത് ഡാഷിൽ അധികരിക്കാത്ത അംഗങ്ങളുള്ള സംഘങ്ങളുടെ കാര്യത്തിൽ നിയമാവലി ഭേദഗതി ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊതുയോഗ നോട്ടീസ് അംഗങ്ങൾക്ക് നേരിട്ട് നൽകേണ്ടതാണ്. എത്ര അംഗങ്ങളിൽ കൂടുതൽ അല്ലെങ്കിൽ എത്ര അംഗങ്ങളിൽ അധികരിക്കാതെയുള്ള സംഘങ്ങളിലാണ് നേരിട്ട് നൽകേണ്ടതെന്നാണ്. 500 ഇൻ കേസ് ഓഫ് സൊസൈറ്റി ഹാവിംഗ് നോട്ട് മോർ ദാൻ 500 മെമ്പേഴ്സ്. ഇവിടെ 500, 1000, 2000, 5000 ഒക്കെ ഉണ്ട് ഓപ്ഷൻ. 500 മെമ്പേഴ്സിൽ അധികരിക്കാതെ ഉള്ള സംഘങ്ങളിലാണ്. നോ സൊസൈറ്റി ഷാൽ അഡ്മിറ്റ് മെമ്പേഴ്സ് വിതിൻ ഡാഷ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. പൊതുയോഗ തീയതിക്കോ തെരഞ്ഞെടുപ്പ് പൊതുയോഗ തീയതിക്കോ മുൻപുള്ള ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഒരു സംഘവും അംഗത്വം നൽകിക്കൂടാ. 30 days, 60 days, 90 days, 120 days. 60 days ആണ്, 60 ദിവസത്തിനകം ആണ് പറയുക. 60 ദിവസങ്ങൾക്കും മുൻപ് 60 days prior to the date of election or the date of the general body. പൊതുയോഗ തീയതിക്കോ തെരഞ്ഞെടുപ്പ് പൊതുയോഗ തീയതിക്കോ 60 ദിവസം മുമ്പ്. The final authority of a society shall vest in പ്രസിഡന്റ്, രജിസ്ട്രാർ, ബോർഡ്, ജനറൽ ബോഡി. ഒരു സംഘത്തിൻ്റെ പരമാധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് പ്രസിഡൻറ്റിനാണ്, ജനറൽ ബോഡിക്കാണ്, രജിസ്ട്രാർക്കാണ്, ബോർഡിനാണ്, ജനറൽ ബോഡിയാണ് പൊതുയോഗം. The number of members of the committee of a primary cooperative society shall not exceed dash persons. ഒരു പ്രാഥമിക സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം പരമാവധി 9, 12, 15, 21. പ്രാഥമിക സഹകരണ സംഘമാകുമ്പോൾ ഭരണസമിതി അംഗങ്ങളുടെ അല്ലെങ്കിൽ അവിടെ ബോർഡ് മെമ്പേഴ്സിൻ്റെ പരമാവധി എണ്ണം എന്ന് പറയുന്നത് 15-ൽ കൂടാൻ പാടില്ല. മറ്റൊരു ചോദ്യം, ആൻ ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ ഓഫ് ആൻ അവാർഡ് ഷാൽ ബി മെയ്ഡ് വിതിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് അവാർഡ്. അവാർഡ് ദിവസം മുതൽ എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് അവാർഡ് നടപ്പിലാക്കുവാനുള്ള അപേക്ഷ നൽകേണ്ടത്? 3 years, 6 years, 12 years, 15 years. 12 years ആണ്, 12 വർഷത്തിനുള്ളിൽ. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജസ് അണ്ടർ സെക്ഷൻ 75 ഓഫ് KCS Act ഈസ് ആപ്ലിക്കബിൾ. സഹകരണ നിയമത്തിലെ 75-ാം വകുപ്പ് പ്രകാരമുള്ള എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജസ് ഏത് തരം സ്ഥാപനങ്ങൾക്കാണ്
ബാധകമായിട്ടുള്ളത്. കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഓൾ ക്രെഡിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഓൾ ക്രെഡിറ്റ് സൊസൈറ്റീസ്. The time limit for filing a revision petition before the cooperative tribunal is സഹകരണ ട്രൈബ്യൂണൽ മുമ്പാകെ റിവിഷൻ പെറ്റീഷനുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 30 days, 60 days, 90 days, നോ ലിമിറ്റേഷൻ പ്രിസ്ക്രൈബ്ഡ്. ഇവിടെ പ്രത്യേകിച്ച് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. For which of the following purpose the cooperative development and welfare fund shall be utilized? ഈ സഹകരണ വികസന ക്ഷേമ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു റെഡീം ദ ഡെറ്റ്സ് ഓഫ് ഡിസീസ്ഡ് ബോറോവേഴ്സ്, മരിച്ച വായ്പക്കാരുടെ കടങ്ങൾ മടക്കി കൊടുക്കാൻ. ടു പേ സാലറി ടു ദ എംപ്ലോയീസ്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ. ടു റീഫണ്ട് ദ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡിസീസ്ഡ് ഡെപ്പോസിറ്റേഴ്സ്, മരിച്ച നിക്ഷേപങ്ങളുടെ നിക്ഷേപം മടക്കി കൊടുക്കാൻ. മരിച്ച നിക്ഷേപകരുടെ നിക്ഷേപം മടക്കി കൊടുക്കാൻ. സംഘങ്ങളുടെ പ്രവർത്തനം, അതായത് സംഘങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടി. ഫോർ യൂട്ടിലൈസിങ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റീസ്, അതാണ് ആൻസർ. ദി ഒബ്ജക്റ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ് ദ റിഡ്രസൽ ഓഫ് ദ കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഇൻ ബാങ്കിങ് ഓർ അതർ സർവീസസ് റെൻഡഡ് ബൈ all type of societies, societies dealing with the banking business, cooperative banks, RBI licensed societies. അപ്പോൾ ഏതുതരം സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കിങ് സേവനങ്ങളിലും മറ്റ് സേവനങ്ങളിലുള്ള പോരായ്മകളിലെ പരാതികൾ പരിഹരിക്കുക എന്നാണ് കേരള സഹകരണ ഓംബുഡ്സ്മാൻ പദ്ധതിയുടെ ഉദ്ദേശം. സൊസൈറ്റീസ് ഡീലിംഗ് വിത്ത് ബാങ്കിങ് ബിസിനസ്, ബാങ്കിങ് പ്രവർത്തനം നടത്തുന്ന സംഘങ്ങളുടെ പരാതികൾ. The person who is appointed by registrar for the disposal of a dispute, അതായത് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി രജിസ്ട്രാർ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് ലിക്വിഡേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ, ആർബിട്രേറ്റർ, സെയിൽ ഓഫീസർ. ആർബിട്രേറ്ററാണ്. ദി മാക്സിമം ഫീസ് ഫോർ ഡിസൈഡിങ് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫോർ ക്ലെയിംസ് എബോവ് ₹1 lakh, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകകളുമായി ബന്ധപ്പെട്ട ധനപരമായ തർക്കങ്ങൾ, മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള പരമാവധി ഫീസ് എന്ന് പറയുന്നത് 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 5000 രൂപ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതുമായി ബന്ധപ്പെട്ട മോണിറ്ററി ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ 5000 രൂപയാണ് ഫീസ്. An appeal against an order for winding up of an insured cooperative bank shall be made. ഇൻഷുവേർഡ് സഹകരണ ബാങ്കിൻ്റെ സമാപ്തീകരണ ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ട എവിടെയാണ്? ട്രൈബ്യൂണലിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ്. നോ അപ്പീൽ വിൽ ബി പെർമിസിബിൾ. അപ്പീൽ അനുവദനീയമല്ല. ഇൻഷുവേർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സമാപ്തീകരണ ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ദി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ 12 അണ്ടർ സെക്ഷൻ 76 ഓഫ് KCS ആക്ട് വിൽ എനേബിൾ ദ ഡിഗ്രി ഹോൾഡർ ടു എക്സിക്യൂട്ട് ദ ഡിഗ്രി ത്രൂ ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, സിവിൽ കോർട്ട്, ഗുഡ്സ് ആൻഡ് സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് റവന്യൂ വകുപ്പിലൂടെയോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സിവിൽ കോർട്ടോ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റോ, ഗുഡ്സ് ആൻഡ് സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ, അതിലേതിൽ കൂടെയാണ് വിധികൾ നടപ്പാക്കാൻ വിധി ഉടമകളെ പ്രാപ്തമാക്കുന്നത്. അത് സഹകരണ നിയമത്തിലെ 76ാമത്തെ വകുപ്പിൻ കീഴിൽ 12ാം നമ്പർ ഫോറത്തിലെ സർട്ടിഫിക്കറ്റ് അതിനുള്ളതാണ്. അതേത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതുമായിട്ട്? The certificate issued in form number 12 under section 76 of KCS Act will enable the decree holder to execute the decree through the revenue department or civil court. റവന്യൂ വകുപ്പിലൂടെയോ അല്ലെങ്കിൽ സിവിൽ കോടതിയിലൂടെയോ വിധികൾ നടപ്പാക്കുവാൻ വിധി ഉടമകളെ പ്രാപ്തമാക്കുന്നതാണ് സഹകരണ നിയമത്തിലെ 76ാം വകുപ്പിൻ കീഴിൽ നൽകുന്ന 12ാം നമ്പർ ഫോറത്തിലെ സർട്ടിഫിക്കറ്റ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ, ഡെറ്റർ, ബയർ, നൺ ഓഫ് ദീസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്ന ആരാണ്? ക്രെഡിറ്റർ, പണം കിട്ടാനുള്ള ആളാണ്.
The loss of goods due to avoidable causes like accident, theft, etc. Gross loss, normal loss, abnormal loss, none of this. Abnormal loss. Life insurance premium of proprietor is added to dash account. Insurance, drawings, cash account, none of this. Drawings account. Direct material plus labor plus expense is called direct dash cost, prime cost എന്നാണ് പറയുക. ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഓവർ ഹെഡാണ് വരിക. ഓവർ ഹെഡ് എന്നതിനെ വിളിക്കും. ഡാഷ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഷെയർ പ്രീമിയം, ഷെയർ ക്യാപിറ്റൽ, ഡിവിഡൻഡ്, നൺ ഓഫ് ദീസ്. ഷെയർ പ്രീമിയം ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. Liability may or may not arise in future after happening of certain events. Real, future, contingent, none of this. Contingent liability എന്നാണ് പറയുക. Concession in connection with the retirement of bills of exchange. Discount, rebate, bank charge, none of this. Rebate. Consignment account is a dash account, personal, real, nominal, none of this. Consignment account is a nominal account. Difference between current assets and current liabilities, working capital, equity, circulating capital, none of these. Answer, working capital. Credit note is prepared by debtor, creditor, buyer and seller. Credit note is prepared by seller. Adjusting heads due to is a liability, asset, contingent liability, none of these. Adjusting heads due to എന്ന് പറയുന്ന ഒരു സഹകരണ സംഘത്തിലെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ എഴുതുന്നതാണ്. സംഘത്തിന് കിട്ടാനുള്ള അസറ്റാണ്. Dash method of depreciation is suitable for loose tools, fixed installment, annuity, revaluation, none of these. Revaluation. If dull creditor commission is granted, bar debts are borne by consignor, consignee, debtor, creditor. Dull creditor commission നൽകിയാൽ കിട്ടാക്കടം വഹിക്കുന്ന ആരാണ്? കൺസൈനർ, കൺസൈനി, ഡെറ്റർ, ക്രെഡിറ്റർ. കൺസൈനി കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഡൽ ക്രെഡിറ്റർ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൺസൈനി അത് കിട്ടാക്കടം സഹിക്കണം. ഡാഷ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്. ക്യാഷ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് പേയബിൾ. അപ്പോൾ കറണ്ട് അസറ്റ് അല്ലാത്തത് ഇതിലേതാണ്? ക്യാഷും സ്റ്റോക്കും ഡെറ്റേഴ്സും കറണ്ട് അസറ്റാണ്. അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് അല്ല. Undistributed profit is a profit, asset, liability, contingent liability. വീതിച്ചു കൊടുക്കാത്ത ലാഭം ലയബിലിറ്റിയാണ്. Goods taken from business for personal use is debited to dash account, purchase account, cash account, drawings account, none of these. Drawings account. One-sided errors will be rectified by giving dash account. Rectification, suspense, adjustment account, none of these. One-sided errors will rectify by giving. ഒരു അക്കൗണ്ടിനെ മാത്രം ബാധിക്കുന്ന തെറ്റുകൾ തിരുത്തുന്നതിന് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റുക? സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഡാഷ് ടു ദ ബിസിനസ്. എക്സ്പെൻസ്, ഇൻകം, ലോസ്, പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ബിസിനസ്. ബിസിനസ്സിനെ സംബന്ധിച്ച് മൂലധനത്തിലുള്ള പലിശ എന്ന് പറയുന്ന ഒരു ചെലവാണ്. ഹെവി അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, നൺ ഓഫ് ദീസ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. സർഫാസി ആക്ട് മീൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ഡാഷ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. റീസ്ട്രക്ചറിങ്, റീകൺസ്ട്രക്ഷൻ, റീഓർഗനൈസേഷൻ, റെസ്റ്റോറേഷൻ. ഇവിടെ സർഫാസി ആക്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ എന്നാണുള്ളത്. ഫൈനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്നാണ്. Banking Companies Act came into force January 1949, February 1949, March 1949, April 1949, March 1949. Regional Rural Banks was passed in 1974, 1976, 1977, 1975.
ഇപ്പോൾ RRB ആക്ട് പാസ്ഡ് ഇൻ 1976. Capital reserve is surplus arising out of sale of fixed asset. Depreciation made for fixed asset, dividend payable on paid up share capital, reserve made for paid purchase of capital assets. ഇതിൽ ആദ്യം പറഞ്ഞാണ് surplus arising out of sale of fixed assets. NABARD was established in 1977, 1982, 1985, 1980. 1982. Cooperative banks have to maintain large percent of their net demand and time liabilities as cash reserve ratio. Cooperative banks have to maintain 4% of their net demand and time liabilities as cash reserve ratio. സഹകരണ ബാങ്കുകൾ അവയുടെ അറ്റ് ഡിമാൻഡ് ടൈം ബാധ്യതകളുടെ 4% കരുതൽ ധന അനുപാതം സൂക്ഷിക്കേണ്ടതാണ്. ആവറേജ് yield of working funds minus average cost of working fund is ഫൈനാൻഷ്യൽ മാർജിൻ എന്നാണ് പറയുക. പ്രവർത്തന ഫണ്ടിൻ്റെ വരുമാനത്തിൽ നിന്നും അതിൻ്റെ ചെലവ് കുറച്ചാൽ ലഭിക്കുന്നതാണ് ഫൈനാൻഷ്യൽ മാർജിൻ. KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ്. The revised കിസാൻ ക്രെഡിറ്റ് കാർഡ് scheme was introduced on the recommendation of the working group headed by B. Shivaraman, Dr. Raghuram Rajan, TM ഭാഷിൻ, പ്രകാശ് പക്ഷി. TM ഭാസിനാണ് റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എൻ്റെ റെക്കമെൻഡേഷൻ കൊടുത്തത്. അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റാണ്. ഇവിടെ പല ഓപ്ഷനുണ്ട്. ഇൻ്റർ ബ്രാഞ്ച് റിക്കൺസിലിയേഷൻ, ഫണ്ട് മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, അസറ്റ് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സഹകരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ പലതും വരുന്ന പരീക്ഷകൾക്കും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. നല്ല മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.